നമസ്കാരം. ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ 3 ആണ്. അതിലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോയും അതിൻ്റെ ലിമിറ്റേഷൻസും അതുപോലെ ആറ്റോമിക് റെസിസ്റ്റൻസും റെസിസ്റ്റേഴ്സിനും സീരീസ് ആൻഡ് പാരലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ സെൽസ്, EMF, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇതാണ് എടുക്കുന്നത്. സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റഡി കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. ഇലക്ട്രോലൈറ്റിക് സെൽ എന്നാണ് പറയുന്നത്. ഇതിലൊരു പോസിറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡും ഉണ്ട്. അത് ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അത് ഡിപ്പ് ചെയ്യും. അത് നമ്മളൊരു സെല്ലായിട്ട് ഉപയോഗിക്കുന്ന ട്രൈ സെല്ലുണ്ട്, പല സൈസ് സെൽസ് ഉണ്ട്, ലക്കാഞ്ചി സെല്ല്, ദാനിയൽ സെല്ല്, പല സെൽസ് നമുക്ക് ഉണ്ട്. അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V+ ആണ്. V+, പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V+. അത് നെഗറ്റീവ് ഇലക്ട്രോഡിൻ്റെ ആകുമ്പോൾ V- എന്ന് നമുക്ക് കൊടുക്കാം. V-. അത് ഡിപ്പ് ചെയ്തിരിക്കുമ്പോൾ അത് നമ്മുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് PD is equal to V+ minus V- കൊടുക്കാം. is equal to V+ plus V-. This potential difference is called EMF of the cell, electromotive force എന്ന് പറയാം. അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വേറെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ ടെർമിനൽ ടു അനദർ ടെർമിനൽ ഓഫ് എ സെല്ല്. അതും ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് തന്നെയാണ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിൽ കമ്പാരിസൺ ചോദിച്ചേക്കാം, അതിൻ്റെ ഡിഫറൻസസ് ചോദിച്ചേക്കാം. അത് ഒന്നായിട്ട് വരത്തില്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ആണ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഏത് പോയിന്റിൽ വേണമെങ്കിൽ ഇത് വരാൻ പറ്റും. EMF എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ ടെർമിനൽ ഓഫ് എ ബാറ്ററി ടു അനദർ ടെർമിനൽ. പിന്നെ പറയാവുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ്. നമ്മൾ ഏത് പോയിന്റിനിടയ്ക്കാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നത് അതിനിടയ്ക്കുള്ള റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണെങ്കിലും അത് ബാറ്ററിയുടെ റെസിസ്റ്റൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ആ ബാറ്ററിയുടെ റെസിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് ഒഫേർഡ് ബൈ സെൽ. പിന്നീട് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് ദ ഇഫക്റ്റ്, EMF ഇസ് ദ കോസ്. EMF ഈ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡിഫറൻസസ് ആയിട്ട് വേണം എടുക്കാം. നമുക്കിവിടെ നോക്കുന്നത് സെൽ എന്താണെന്നും അതിൻ്റെ EMF എന്താണ്, അതുപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ല്. ഇപ്പോൾ സെല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു, ഒരു സ്റ്റഡി കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. EMF എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ ടെർമിനൽ ടു, അല്ലെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ടെർമിനൽ ഓഫ് എ ബാറ്ററി ടെർമിനൽ വേറെ ടെർമിനലിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, V+ ആണ് പോസിറ്റീവ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ഇലക്ട്രോണിൻ്റെ പൊട്ടൻഷ്യലാണ്. ആ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ V+ minus of V-, V+ plus V-. This is the potential difference of the cell. ഇനി നമുക്ക് അതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്തോ നോക്കാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ, resistance offered by the electrolyte inside the cell is called internal resistance. Internal resistance ഒരു ഇലക്ട്രോലൈറ്റ് ഒരു ഡിവൈസ്, ഒരു ഇലക്ട്രിക് സർക്യൂട്ട് വരയ്ക്കുകയാണ്. ഇതാണ് നമ്മൾ ഒരു ഫുള്ള് ഒരു സെല്ലായിട്ട് എടുക്കുന്നു. ഈ ചെറിയ റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിരിക്കുക ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ EMF E ആണ്. ഇത് ക്യാപിറ്റൽ R റെസിസ്റ്റൻസ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ചെയ്യാൻ V കൊടുക്കും. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നും കൊടുക്കാം. ഇവിടെ കറണ്ട് I ആണ്. അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാവും. ദാറ്റ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് കോൾഡ് ലോസ്റ്റ് വോൾട്ട്. നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് ആ വോൾട്ടേജ്, അവിടെ ലോസ്റ്റ് വോൾട്ട് എന്നറിയപ്പെടുന്നതാണ്. ഇവിടെ നമ്മൾ ഓംസിൽ അനുസരിച്ച് എഴുതുകയാണെങ്കിൽ ടോട്ടൽ E ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF, അതായത് E ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പൊട്ടൽ കറണ്ട് I ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് IR, ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണെങ്കിൽ I ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് കൊടുക്കാം. E ഈസ് ഈക്വൽ ടു IR പ്ലസ് IR, ഓർ IR അല്ലെങ്കിൽ I ഇൻറ്റു
ആർ പ്ലസ് ആർ, സോ ഇന്റേണൽ റെസിസ്റ്റൻസ് നമുക്ക് വേണ്ടിയെങ്കിൽ ഐ ഇൻറ്റു ആർ പ്ലസ് ആർ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ എന്ന് കൊടുക്കാം. ഓർ ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് കൊടുക്കാം. ഇ ബൈ ആർ പ്ലസ് ആർ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണിത്. ഈ ടോട്ടൽ ഇ എം എഫ്, ഒരു കറണ്ട് ചോദിക്കുവാണെങ്കിൽ ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ഇക്വേഷൻ. ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു സർക്യൂട്ട് ബേസ്ഡ് പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കണം. ടോട്ടൽ കറണ്ട് ഈസ് ഈക്വൽ ടോട്ടൽ ഇ എം എഫ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ഒരു സർക്യൂട്ട് ബേസ്ഡ് പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. അപ്പോൾ ചോദിക്കുവാണെങ്കിൽ മലയാളി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഐ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ പ്ലസ് ആർ എന്ന് കൊടുക്കാം. നമ്മൾ പുതുതായിട്ടൊരു ബാറ്ററി വാങ്ങിക്കുവാണെങ്കിൽ, ഒരു പുതിയ സെല്ല് വാങ്ങിക്കുവാണെങ്കിൽ അതിൻ്റെ ഇ എം എഫ് നമുക്ക് അറിയാം 1.5 വോൾട്ട് ആയിരിക്കും. 1.5 വോൾട്ട്. കാരണം അവിടെ ഇന്റേണൽ റെസിസ്റ്റൻസ് അവിടെ നെഗ്ലിജിബിൾ ആണ്, 0 ആണ്. കുറച്ചാൾ ഉപയോഗിക്കുമ്പോൾ ബാറ്ററിയുടെ ചാർജ് പോയിക്കൊണ്ടിരിക്കും, വോൾട്ടേജ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് കാരണം ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കൂടുന്നതനുസരിച്ച് അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെ കിട്ടുന്ന പൊട്ടൻഷ്യൽ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വോൾട്ടേജ് വളരെ കുറവായിരിക്കും. ഇതാണ് എക്സ്റ്റേണൽ പി ഡി അവൈലബിൾ. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഇ എം എഫ് ഈസ് ഈക്വൽ ടു ലോസ്റ്റ് വോൾട്ട് പ്ലസ് ഐ ആർ ഇസ് ദി എക്സ്റ്റേണൽ പി ഡി, എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവൈലബിൾ. എക്സ്റ്റേണൽ ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇ എം എഫ്, ടോട്ടൽ ഇ എം എഫ് ഈസ് ഈക്വൽ ടു ലോസ്റ്റ് വോൾട്ട് പ്ലസ് എക്സ്റ്റേണൽ പി ഡി അവൈലബിൾ ഈസ് ഈക്വൽ ടു ഐ ആർ പ്ലസ് ക്യാപിറ്റൽ ഐ ആർ, ഐ ഇൻറ്റു സ്മോൾ ആർ പ്ലസ് ക്യാപിറ്റൽ ഐ ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഇത് വെച്ച് സർക്യൂട്ട് ബേസ്ഡ് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ ചെയ്യണം. ഇതാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇനി അടുത്ത നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കിർച്ചോഫ്സ് ലോസ്. അടുത്ത കിർച്ചോഫ്സ് ലോസ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണിത്, കിർച്ചോഫ്സ് ലോസ്. അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ പക്ഷേ ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കിർച്ചോഫ്സ് ലോസിൽ ഒന്നാമത് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ. ഫസ്റ്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ. അതൊരു ഇലക്ട്രിക് ജംഗ്ഷൻ വരയ്ക്കും. ഒരു ഇലക്ട്രിക് വയസ്സിനകത്ത് ഒരു ജംഗ്ഷനാണ് വരച്ചിരിക്കുന്നത്. ഇവിടുത്തെ കറണ്ട് I1, ഈ റെസിസ്റ്റൻസ് R1. ഇവിടുത്തെ കറണ്ട് I2, ഈ റെസിസ്റ്റൻസ് R2. ഇവിടുത്തെ കറണ്ട് I3, ഈ റെസിസ്റ്റൻസ് R3. ഇവിടുത്തെ കറണ്ട് I4, റെസിസ്റ്റൻസ് R4 ആണെന്ന് വെക്കുക. ഈ ലോ അനുസരിച്ച് ടോട്ടൽ കറണ്ട് ടുവേഴ്സ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ടും അവിടുന്ന് പോകുന്ന കറണ്ടും ഈക്വൽ ആയിരിക്കും. ഈ ഒരു ജംഗ്ഷൻ ഇതാണെങ്കിൽ അവിടത്തേക്ക് വരുന്ന കറണ്ട് I1 പ്ലസ് I2, ഒരു കറണ്ട് അങ്ങോട്ടാണ് വരുന്നത്, ഈ കറണ്ട് അങ്ങോട്ടാണ് വരുന്നത്, ഈസ് ഈക്വൽ ടു അവിടുന്ന് പോകുന്ന ലീവിങ് ദി കറണ്ട് I3 പ്ലസ് I4. അല്ലെങ്കിൽ ഓൾജിബ്രായിക് സം ഓഫ് ദി കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. അതായത് I1 പ്ലസ് I2 മൈനസ് I3 മൈനസ് I4 ഈസ് ഈക്വൽ ടു 0. ഓൾജിബ്രായിക് സം ഓഫ് ദി കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ സിഗ്മ വെച്ച് സിഗ്മ I ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. സിഗ്മ I ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ, ജംഗ്ഷൻ റൂൾ. അതായത് ഒരു ഇലക്ട്രിക് ഡിവൈസിനകത്ത്, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് ഒരു ജംഗ്ഷൻ വരുവാണെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു അവിടുന്ന് പോകുന്ന കറണ്ട്. ഇപ്പോൾ ഒരു ജംഗ്ഷൻ വച്ചിരിക്കുകയാണ്, അവിടുന്ന് വരുന്ന കറണ്ട് I1ഉം I2 അവിടത്തേക്ക് വരുന്നു, അവിടുന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് I4ഉം I3 ആണ്. അതാണ് I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3 പ്ലസ് I4, അല്ലെങ്കിൽ സിഗ്മ I ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അടുത്തത് സെക്കൻഡ് റൂള് അല്ലെങ്കിൽ ലൂപ്പ് റൂള്. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞൊരു ക്ലോസ്ഡ് മെഷീനാണ് ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞു. ആ ലോ അനുസരിച്ച് ദി ഓൾജിബ്രായിക് സം ഓഫ് ദി ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അറൗണ്ട് എനി ക്ലോസ്ഡ് ലൂപ്പ് ഇൻവോൾവിംഗ് റെസിസ്റ്റേഴ്സ് ആൻഡ് സെൽസ് ഇൻ ദി ലൂപ്പ് ഈസ് 0. റെസിസ്റ്റേഴ്സും സെൽസും വരുന്ന ഒരു ലൂപ്പിലെ ടോട്ടൽ ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ 0 ആയിരിക്കുന്നു. അല്ലെങ്കിൽ algebraic sum of the product of the current and resistances of various branches is equal to total EMF of that cell. ഇത് മനസ്സിലായി കാണത്തില്ല, ഞാൻ വരച്ച് കാണിക്കാം. ഒരു ലൂപ്പ് വരയ്ക്കുക, ഒരു സെല്ല്, ഇതൊരു റെസിസ്റ്റൻസ് ഞാൻ വരച്ചിരിക്കുന്നു,
ഇത് വേറെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. ഇവിടുത്തെ EMF ഞാൻ E എന്ന് കൊടുത്തു. ഇവിടുത്തെ കറണ്ട് I. കറണ്ട് ഇവിടെ വന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇത് I1, ഇവിടുത്തെ കറണ്ട് I2. ഈ റെസിസ്റ്റൻസ് ഞാൻ R1 എന്ന് കൊടുത്തു. ഈ റെസിസ്റ്റൻസ് ഞാൻ R2 എന്ന് കൊടുത്തു. ഞാൻ A, B, C, D, E, F പേര് കൊടുത്തു. A, B, C, D, E, F. ഇവിടെ 3 മെഷസ് ഉണ്ട്, 3 ലൂപ്സ് ഉണ്ട്. ഒന്നാമത്തെ ലൂപ്പ് A, B, C, D, A. അതായത് ഇവിടെ വന്നിട്ട് ഇതൊരു ലൂപ്പാണ്. ഇത് ഇങ്ങനെ കയറി ഇങ്ങനെ വന്നിരിക്കുന്നു. അതാണ് ഞാൻ ഇത് കാണിക്കാം. A, B, C, D, A. A, B, C, D, A. അതിൽ ഈ ലോ അനുസരിച്ച് ടോട്ടൽ ചേഞ്ചസ് ഇൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഓൾജിബ്രായിക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസസ്. ഇവിടുത്തെ ഇന്റേണൽ റെസിസ്റ്റൻസ് വേണമെങ്കിൽ നമുക്ക് R എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഇന്റേണൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു R എന്ന് കൊടുക്കാം. ഈ സെൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ R എന്നവിടെ മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് കറണ്ട്, ഇവിടെ കറണ്ട് I, റെസിസ്റ്റൻസ് R, IR പ്ലസ് ഓൾജിബ്രായിക് സം ആകുമ്പോൾ ഇത് സെയിം ഡയറക്ഷനിൽ തന്നെയാണ് I1 R1. അവിടെ വേറെ റെസിസ്റ്റൻസും ഇല്ല. അപ്പോൾ അത് പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ്. ഇവിടെ 2 റെസിസ്റ്റൻസേ ഉള്ളൂ. അതായത് IR പ്ലസ് I1 R1 ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF ഓഫ് ദാറ്റ് സെൽ, ദാറ്റ് ബ്രാഞ്ച്, സോറി ദാറ്റ് ലൂപ്പ്. A, B, C, D, Aയിലെ ടോട്ടൽ EMF E ആണ്. അത് I ഇൻറ്റു IR പ്ലസ് I1 R1 ഈസ് ഈക്വൽ ടു E എന്ന് എഴുതി ഒന്നാമത്തെ ലൂപ്പിനകത്ത് എഴുതി. ഇനി അടുത്തൊരു ലൂപ്പ് എടുക്കാൻ പോവുകയാണ്. CDEFC. CDEFC ഒരു ലൂപ്പാണ്. അവിടെ ഓൾജിബ്രായിക് സം എടുക്കുമ്പോൾ I1 R1 പ്ലസ് ഒരേ ഡയറക്ഷനിലാണ് കറണ്ട്. ഇവിടെ വരുമ്പോൾ നമ്മുടെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുന്നു. അപ്പോൾ മൈനസ് കൊടുക്കണം. I2 R2 ഈസ് ഈക്വൽ ടു, അവിടെ സെല്ലില്ല, അപ്പോൾ 0 എന്ന് കൊടുക്കാം. I1 R1 പ്ലസ് I2 R2 ഈസ് ഈക്വൽ ടു 0, സെല്ലില്ല. അടുത്ത് ഞാൻ ലൂപ്പ് എടുക്കുന്നത് A, P, F, E, A. A, B, F, E, A. ഇത് വേറൊരു ലൂപ്പാണ്. അവിടെ I ഇൻറ്റു R പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലസ് ഡയറക്ഷൻ കറണ്ട് ചേഞ്ച് ചെയ്യുന്നില്ല. I2 R2 ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF ക്യാപിറ്റൽ E എന്ന് കൊടുക്കാം. ക്യാപിറ്റൽ E. ഇതാണ് കിർച്ചോഫ് സെക്കൻഡ് റൂൾ. അല്ലെങ്കിൽ സിഗ്മ IR ഈസ് ഈക്വൽ ടു സിഗ്മ E. ഇതാണ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതിൻ്റെ ഓൾജിബ്രായിക് സം ഓഫ് ദി പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസസ് ഓഫ് വേരിയസ് ബ്രാഞ്ചസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF. സിഗ്മ IR ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് എഴുതാം. ഇത്രയാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ ലോയും എഴുതണം, അതിൻ്റെ എക്സ്പ്ലനേഷനും എഴുതി കാണിക്കണം. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് ഇതനുസരിച്ചുള്ള ആപ്ലിക്കേഷനുടെ വീസ്റ്റൻസ് ബ്രിഡ്ജും പിന്നെ അതിൻ്റെ 2 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുകൂടെ ഉള്ള ഈ ചാപ്റ്റർ അത് നമുക്ക് ആ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം. ഇത്ര നമുക്ക് നോട്ടൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു. സെൽസ് EMF internal resistance. A device to maintain a steady current in an electric circuit is the electrolytic cell. It has 2 electrodes, positive P and negative N. They are dipped in an electrolytic solution. The positive electrode has a potential difference V plus, a negative electrode has a potential difference V minus. When there is no current, the electrolytes has same potential throughout. So that PD between P and N is V plus minus of minus V minus. V plus V minus വരും. This difference is called electromotive force EMF of the cell E. The resistance offered by the electrolyte lying between the electrodes of a cell when electric current flows through it is called internal resistance of the cell. It depends upon length, area of cross section and resistivity of the electrolyte. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഡയഗ്രാം ശ്രദ്ധിക്കുക. EMF ഓഫ് ദി സെല്ല് E ഈസ് ഈക്വൽ ടു PD അക്രോസ് R പ്ലസ് PD അക്രോസ് സ്മോൾ r. E ഈസ് IR പ്ലസ് I ഇൻറ്റു സ്മോൾ r. ദ PD അക്രോസ് R ഈസ് കോൾഡ് ലോസ്റ്റ് വോൾട്ട്. നഷ്ടപ്പെട്ടു പോകുന്നതാണ്, നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ആ ലോസ്റ്റ് വോൾട്ട് IR.
I into capital R is called terminal PD. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് terminal PD. Therefore, E is equal to terminal PD plus lowest volt. From equation 1, I is equal to E by R plus R. The external voltage is equal to IR is equal to ER by R plus R. അവിടെ പുതിയ ഒരു സെല്ല് ഉപയോഗിക്കുകയാണെങ്കിൽ സ്മോൾ ആർ 0 ആണ്. ഇതാകുമ്പോൾ ER ബൈ ക്യാപിറ്റൽ ആർ എന്ന് വരും. ആർ ഓറും ക്യാൻസൽ ചെയ്ത് E തന്നെ കിട്ടും. ഫുൾ വോൾട്ടേജ് നമുക്ക് കിട്ടും. 1.5 വോൾട്ട് നമുക്ക് കിട്ടും പുതിയ ബാറ്ററി ആണെങ്കിൽ. പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടി വരും. അതായത് നമുക്ക് കിട്ടുന്ന ലോസ്റ്റ് വോൾട്ട് അപ്പോൾ കൂടും. നമുക്ക് ഉപയോഗപ്രദമായ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും. നെക്സ്റ്റ് വൺ കിർച്ചോഫ്സ് ലോസ്. ഫസ്റ്റ് ലോ അൽ ജംഗ്ഷൻ റൂൾ എന്ന് പറയും. അറ്റ് എനി ജംഗ്ഷൻ സം ഓഫ് ദി കറൻസ് എൻറ്ററിങ് ദി ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി കറൻസ് ലീവിങ് ദി ജംഗ്ഷൻ ഓർ ദി ആൾജിബ്രൈക് സം ഓഫ് ദി കറൻസ് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ സർക്യൂട്ട് ഈസ് 0. ഒരു ജംഗ്ഷനിലേക്ക് വരുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു അവിടെ നിന്ന് പോകുന്ന കറണ്ട്. ഫ്രം ഫസ്റ്റ് ലോ I1 plus I2 equals I3 plus I4 or sigma I is equal to 0. സെക്കൻഡ് റൂൾ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ മെഷ് റൂൾ എന്നും പറയും. മെഷ് റൂൾ ഒരു മെഷിൽ ഉപയോഗിക്കുന്ന റൂളാണ്. The algebraic sum of changes in potential around any closed loop involving resistors and cells in the loop is 0. Or in any closed loop of an electrical circuit, the algebraic sum of the products of current and resistances of the various branches of the loop is equal to the algebraic sum of EMF of the loop. That is sigma IR is sigma E. നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിനകത്ത് 3 ലൂപ്സ് ഉണ്ട്. ABCDA ഒരു ലൂപ്പാണ്. ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക. അടുത്ത CDEF അതേ ഓർഡറിൽ ആ കറണ്ട് വരുന്നതെങ്കിൽ പോസിറ്റീവിനാണ്. ഓർഡർ കറണ്ട് ഡയറക്ഷൻ ആ വരുന്ന ഓർഡർ ഓപ്പോസിറ്റ് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.